പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയതും കോളിളക്കം സൃഷ്ടിക്കുന്നതുമായ താര കൈമാറ്റങ്ങളിൽ ഒന്ന് യാഥാർത്ഥ്യമായെന്നുള്ള സൂചനകൾ ക്രിക്കറ്റ് ലോകത്ത് കൊടുങ്കാറ്റായി മാറുകയാണ്. രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും കേരളത്തിന്റെ അഭിമാനവുമായ സഞ്ജു സാംസൺ അടുത്ത സീസൺ മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇതിന് പകരമായി ചെന്നൈയുടെ സൂപ്പർ ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയും സാം കറനും രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുമെന്നാണ് വിവരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രിക്കറ്റ് ലോകത്ത് കറങ്ങുന്ന ഈ അഭ്യൂഹം ഇപ്പോൾ വെറും ഊഹങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് പ്രമുഖ സ്പോർട്സ് മാധ്യമമായ ESPN ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു ഫ്രാഞ്ചൈസികളും ഇതുവരെ ട്രാൻസ്ഫർ കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ട്രേഡുമായി ബന്ധപ്പെട്ടവർക്ക് സ്ഥിരീകരിച്ചതായാണ് വിവരം. ധോണിയുടെ തട്ടകമായ ചെപ്പൂക്കിൽ ഇനി സഞ്ജുവിന്റെ ഗർജനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഈ മെഗാ ട്രേഡ് പൂർത്തിയാകാൻ ഇനിയും സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഒരു നീണ്ട കടമ്പ കടക്കേണ്ടതുണ്ട്. ട്രേഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 താരങ്ങളുടെയും പേര് ഉൾപ്പെടുത്തി രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും IPL ഗവേണിംഗ് കൗൺസിലിംഗ് താൽപര്യപത്രം അയക്കണം. ഈ താൽപര്യപത്രം IPL ഭരണസമിതി അംഗീകരിക്കണം. ട്രേഡിംഗ് നിയമങ്ങൾ അനുസരിച്ച് താരങ്ങളുടെ രേഖാമൂലമുള്ള സമ്മതം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഫ്രാഞ്ചൈസികൾക്ക് അന്തിമ കരാറിനായി കൂടുതൽ ചർച്ചകൾ നടത്താൻ സാധിക്കൂ. അതായത് സഞ്ജു, ജഡേജ, സാം കറൻ എന്നിവരുടെ എല്ലാം സമ്മതപത്രം അത്യന്താപേക്ഷിതമാണ്. ഈ സാങ്കേതിക നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ IPL ഗവേണിംഗ് കൗൺസിൽ ട്രേഡിന് അന്തിമ അംഗീകാരം നൽകുകയുള്ളൂ. നിയമപരമായ നൂലാമാലകൾ ഏറെയുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ധാരണ ഇരു ടീമുകളും തമ്മിൽ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സഞ്ജുവിനെ കൈമാറുന്ന കാര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള ചർച്ചകൾ മാസങ്ങളായി തുടരുകയായിരുന്നു. ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ, ദക്ഷിണാഫ്രിക്കൻ യുവതാരം ഡിവാൾഡ് ബ്രവീസ് എന്നിവരെയാണ് സഞ്ജുവിന് പകരമായി രാജസ്ഥാൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്നതെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ റിപ്പോർട്ടുകൾ. ഇതിനിടെ ട്രേഡിംഗിന് ജഡേജയ്ക്ക് വ്യക്തിപരമായി താല്പര്യമില്ലെന്ന റിപ്പോർട്ടുകൾ വന്നത് ആരാധകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. എന്നാൽ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ പുറത്തു വരുന്നത് ജഡേജയും ഇംഗ്ലീഷ് ഓൾറൗണ്ടറായ സാം കറനും രാജസ്ഥാനിലേക്ക് പോകുമെന്നും പകരം സഞ്ജു ചെന്നൈയിൽ എത്തുമെന്നുമായിരുന്നു. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് പകരമായി 2 ലോകോത്തര ഓൾറൗണ്ടർമാരെ ലഭിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനും വലിയ നേട്ടമാകും. പുറത്തുവന്ന റിപ്പോർട്ടുകൾക്ക് ശക്തി പകർന്ന സഞ്ജുവിന്റെ അടുത്ത സുഹൃത്തും ഫിറ്റ്നസ് ട്രെയിനറുമായ രാജമണി പ്രഭു, ചെന്നൈയുടെ മുൻ താരമായ R അശ്വിൻ എന്നിവർ സഞ്ജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ആരാധകർക്കിടയിൽ ചർച്ചയായി. DSKയുടെ ലോഗോയായ സിംഹത്തിന്റെ തല ക്യാപ്ഷനായി നൽകിയാണ് രാജമണിയുടെ പോസ്റ്റ്. ഇതോടെ സഞ്ജുവിന്റെ ചെന്നൈയിലേക്കുള്ള വരവ് ആരാധകർ ഉറപ്പിച്ച മട്ടാണ്. അശ്വിൻ പങ്കുവച്ചതാകട്ടെ മുൻപ് സഞ്ജുവിനൊപ്പം നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യമാണ്. ചെന്നൈ ടീമിൽ വരുന്നതിനെ കുറിച്ച് അതിൽ സഞ്ജു സംസാരിക്കുന്നുമുണ്ട്. ഈ സോഷ്യൽ മീഡിയ ക്ലൂകൾ ട്രേഡ് വാർത്തകൾക്ക് കൂടുതൽ ആധികാരികത നൽകി. മെഗാ ലേലത്തിന് മുൻപ് ഇരു താരങ്ങളെയും ഫ്രാഞ്ചൈസികൾ വലിയ തുക നൽകിയാണ് നിലനിർത്തിയത്. 2025 മെഗാ ലേലത്തിന് മുൻപ് 18 കോടി രൂപയ്ക്കാണ് സഞ്ജുവിനെയും ജഡേജയും യഥാക്രമം രാജസ്ഥാനും ചെന്നൈയും നിലനിർത്തിയത്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും കൈമാറ്റം IPLലെ ഏറ്റവും മൂല്യമേറിയ ട്രേഡ് ഡീലായി മാറും. കഴിഞ്ഞ സീസണിൽ പരിക്കിനെ തുടർന്ന് സഞ്ജുവിന് എല്ലാ മത്സരങ്ങളും കളിക്കാൻ സാധിച്ചിരുന്നില്ല. ടീമിന്റെ പ്രകടനവും മോശമായതോടെ സഞ്ജു ഫ്രാഞ്ചൈസി വിടുമെന്ന് നേരത്തെ തൊട്ട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം ചെന്നൈയിൽ എത്തുമെന്ന് തന്നെയായിരുന്നു സൂചനയെങ്കിലും പിന്നീട് ഡൽഹി ക്യാപിറ്റൽസും സഞ്ജുവിന് വേണ്ടി സജീവമായി രംഗത്തെത്തി. ദീർഘകാലമായി ഒരു ഫ്രാഞ്ചൈസിയുടെ മുഖമായിരുന്ന ഒരു ക്യാപ്റ്റൻ ടീം വിടുമ്പോൾ അത് രാജസ്ഥാൻ റോയൽസിനും അവരുടെ ആരാധകർക്കും ഉണ്ടാക്കുന്ന വിടവ് വളരെ വലുതായിരിക്കും. എന്നിരുന്നാലും ഈ ട്രേഡിംഗ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം.